നമുക്ക് ഇന്നൊരു മീൻ കറി വെച്ചാലോ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉടുപ്പൂരി എന്ന് പറഞ്ഞ മീനാണ്. അത് 1 കിലോ മീനാണ്. അതിൽ നിന്ന് ഒരു 5-8 കഷ്ണം ഞാൻ മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ്. പിന്നെ വേണ്ടത് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കൊടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പാല്, തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായത്. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊരു ചെറിയ സവാളയാണ്. ഇതൊരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് മാറ്റിയെടുക്കാം. സവാള ഒരുമാതിരി വാടിയിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ട് മുരിയിട്ട് ഇത് നമ്മൾ വെള്ളത്തിലിട്ടേക്കണ 2 ചുളപ്പടപ്പുളിയാണ്. അത് നേരത്തെ വെള്ളത്തിലേക്ക് ഇട്ടേക്കണതാണ്. അതിടാം. ഈ വെള്ളവും കൂടി ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ച് അരപ്പൊന്ന് കുറുക്കട്ടെ. ഇതൊരു ചെറിയ മുറി തേങ്ങയുടെ 2ാം പാലാണിത്. തേങ്ങാപ്പാല് ഇതൊഴിക്കാം. ഇതൊഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. കുറച്ചുകൂടി ഒരു 1/2 സ്പൂൺ കൂടി. ഈ നേരത്തെ നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ അതിനകത്തിടാം. കയ്യിൽ കൊണ്ട് മീനൊക്കെ ഒന്ന് അരപ്പിലേക്ക് ഒതുക്കി വെക്കുക. മൂടി വെച്ച് വേവിക്കും. കറി നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടി എടുത്തൊന്ന് അനക്കി വെക്കാം. ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ. നമുക്ക് ഇന്നത്തെ 1ാം പാല് ഒഴിക്കാം. തലപ്പാട്ട് വെച്ചിട്ട് ഒന്ന് അനക്കി വെക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. മൂടി വെച്ച് മൂടാം. ഇനി അധികം തിളപ്പിക്കണ്ട. തീ ഓഫ് ചെയ്യാം. ഇത് അടിപൊളി മീൻ കറിയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.